നമസ്കാരം. കേരള പ്രദേശ് തൃണമൂൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ 2009 മുതൽ കേരളത്തിൽ പ്രവർത്തിച്ച് വരുന്ന പ്രവർത്തകരാണ് ഞങ്ങൾ. 2021 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആലുവയിൽ വെച്ച് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക യോഗത്തിൽ വെച്ചാണ് ഈ കമ്മിറ്റി രൂപീകൃതമായത്. ദേശീയ നേതൃത്വവുമായി നിരന്തരമായി ബന്ധപ്പെടുകയും പ്രവർത്തിക്കുകയും ഒരു പൊതു തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാനുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരവെയാണ് വിവിധ പാർട്ടികളിൽ നിന്ന് മാറി നിലമ്പൂർ സ്വതന്ത്രനായി CPM പിന്തുണയിൽ മത്സരിച്ച് ജയിച്ച PV അൻവർ ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താൽപ്പര്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതുപ്രകാരം ദേശീയ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള അഭിഷേക് ബാനർജി കൊൽക്കത്ത തൃണമൂൽ ഭവനിൽ വെച്ച് അദ്ദേഹവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 20ഓളം ലോക്കൽ ബോഡികൾ പിടിച്ചെടുക്കാൻ തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് കേരളത്തിൽ കഴിയുമെന്നും തൃണമൂൽ കോൺഗ്രസിന് 200ഓളം സീറ്റുകൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നും അതിനാവശ്യമായ ഒരു പദ്ധതി രേഖയും തയ്യാറാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ദേശീയ നേതാക്കളെ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയും കേരളത്തിൽ അദ്ദേഹം വെച്ച പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ചുമതലപ്പെടുത്തി. അദ്ദേഹം തിരിച്ചു വന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗത്വം വാങ്ങിയതുകൊണ്ട് അദ്ദേഹത്തിന് അംഗത്വം നഷ്ടപ്പെടുമെന്നും നിയമസഭ കൂറുമാറ്റ നിരോധന നിയമത്തിൽപ്പെട്ട് ഇനി മത്സരിക്കാൻ സാഹചര്യം നഷ്ടപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊതുരംഗത്ത് നിൽക്കാത്ത, പ്രത്യേകിച്ച് രാഷ്ട്രീയ യാതൊരു രീതിയിലോ ഒരു പാരമ്പര്യമോ പ്രവർത്തന പരിചയവും ഇല്ലാത്ത ആളുകളെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തി വരുന്നത്. ഒരു വൺ മാൻ ഷോ, അദ്ദേഹം തന്നെ സ്പോൺസർ ചെയ്യുന്ന പരിപാടികൾ, ദേശീയ നേതാക്കന്മാർ പങ്കെടുത്ത പല പരിപാടികളിലും ഞങ്ങളിൽ പലരും പങ്കെടുത്തിരുന്നു. ആ പരിപാടി വീക്ഷിക്കാൻ പോയിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഉണ്ടായ അനുഭവം, ഒരു വൻകിട കോർപ്പറേറ്റ് അദ്ദേഹത്തിൻ്റെ ജീവനക്കാരോടുള്ളൊരു മനോഭാവമാണ്. അപ്പോൾ അദ്ദേഹത്തിന് 10 വർഷത്തോളമായി അദ്ദേഹം ഒരു ശതകോടീശ്വരനാണ്, ബിസിനസ്മാനാണ്, ബിസിനസ്സുകാരനായ ദക്ഷിണേന്ത്യയിലെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിലുള്ള പ്രചാരണമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും ആ രീതിയിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ 10 വർഷമായി അദ്ദേഹം ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല. വിദേശത്തും സ്വദേശത്തും സ്വർണ്ണക്കനി ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്ന അദ്ദേഹം ടാക്സ് വെട്ടിപ്പിനും ഒരുപാട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അന്വേഷണം, EDയുടെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇൻകം ടാക്സ് അന്വേഷണമൊക്കെ സംസ്ഥാന പോലീസിൻ്റെയും മറ്റ് ഏജൻസികളുടെ അന്വേഷണത്തിന് പുറമെയാണിത്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് അദ്ദേഹം BJP നേതൃത്വവുമായിട്ട് ചില രഹസ്യ നീക്കുപോക്കുകൾ നടത്തുന്നത്. അതിന് പ്രത്യക്ഷത്തിൽ ഉദാഹരണം
BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനും അദ്ദേഹവും തമ്മിലുള്ള ബന്ധമാണ്. അൻവർ ഭായി എന്ന് വിളിക്കുന്നു, ബ്രോ എന്ന് തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ പരസ്പരം ഒരു സൗഹൃദ വലയം അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ക്ഷീണിപ്പിച്ചെങ്കിൽ മാത്രമേ തൃണമൂൽ കോൺഗ്രസ് വളരൂ എന്ന ആശയക്കാർ അല്ല ഞങ്ങളല്ലോ. ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം തന്നെ താഴെ തട്ടിൽ കമ്മിറ്റികൾ ഉണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഈ പാർട്ടി വളർത്തിയെടുക്കണം എന്നാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക 8 ജില്ലകളിൽ ഞങ്ങൾ കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള ജില്ലകളിലേക്ക് പോയി ഞങ്ങൾക്ക് അംഗീകാരം ദേശീയ നേതൃത്വം മുമ്പാകെ വിഴിഞ്ഞത്ത് കലാപം നടന്ന സമയത്ത് വരുമ്പോൾ ഞങ്ങളുടെ ഡീറ്റെയിലാണ് നിലവിലുള്ള കേരളത്തിലെ നേതൃത്വം ചോദിച്ചത്. ഞങ്ങളുടെ ഐഡിയകളാണ് അവരെല്ലാം വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ളത്. ഞങ്ങളെ ദേശീയ നേതൃത്വത്തിന് അറിയാം. പക്ഷെ ഞങ്ങളോട് ചോദിക്കാതെയാണ് ഈ അൻവറിനെ ഈ താൽക്കാലിക ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ താൽക്കാലിക ഉത്തരവാദിത്വം കൊണ്ട് PV അൻവർ ഇതിന് മൊത്തത്തിലൊരു ഹൈജാക്ക് ചെയ്ത് ഇതിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരായ പൊതുരംഗത്ത് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ ഒരു തരത്തിലും ഈ പ്രസ്ഥാനത്തിലേക്ക് വേണ്ട, നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിച്ചോളൂ, ഇത് എൻ്റെ തീരുമാനം, ഞാൻ നാളെ മുസ്ലിം ലീഗിലേക്ക് പോയാലോ BJPയിലേക്ക് പോയാലോ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ടീം മതി എന്നുള്ള കൃത്യമായ ഒരു മനോഭാവം അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ NDAയുടെ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്ന സജി മഞ്ഞക്കടമ്പിനെ ഒരു ഇടതുപക്ഷത്ത് നിന്ന് CPMൽ നിന്ന് പ്രമുഖം വരുന്നു എന്നൊരു വ്യാജ പ്രചരണം നടത്തി മീഡിയയെ മുഴുവൻ വിളിച്ചുകൂട്ടി സജി മഞ്ഞക്കടമ്പനെ ഒരു രാത്രി കൊണ്ട് കൂറുമാറ്റി കൂടെ നിർത്താനും അതോടൊപ്പം പനമരം പഞ്ചായത്തിൽ ഓൾറെഡി അദ്ദേഹം അവിടെ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തു. അന്ന് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളല്ല. അദ്ദേഹം തെരഞ്ഞെടുത്ത ഭരണസമിതികൾക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ ആ UDFൻ്റെ അവിശ്വാസത്തിൻ്റെ ഒപ്പം നിന്ന് LDF ഭരണം അട്ടിമറിച്ച വ്യക്തിയാണ്. അദ്ദേഹം പങ്കെടുത്തില്ലെങ്കിൽ പോലും അവിടെ UDF സംവിധാനം ഭരണത്തിൽ വരും. അതേൻ്റെ തനിയാവർത്തനം തന്നെയാണ് നിലമ്പൂരിലെ ചുങ്കത്തറയിലും നടന്നത്. അവിടെ LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ LDFൻ്റെ ഒരു മെമ്പറെ ചാക്കിട്ട് പിടിച്ച് കുറേ സാമ്പത്തിക വാഗ്ദാനം നൽകി കൊണ്ടുവന്ന ഒരു അവിശ്വാസം. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിലല്ല രാജ്യത്ത് ലക്ഷ്യമിടുന്നത് ഇത്തരം ചാക്കിട്ട് പിടിച്ച നേതാക്കളെ കൊണ്ട് നടന്നിട്ട് ഇതാ ഒരു പഞ്ചായത്ത് മെമ്പർ, ഇതാ ഒരു പഞ്ചായത്ത് തൃണമൂലിൻ്റെ സഹായത്തിൽ കിട്ടി. ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ മത്സരിച്ച് ജയിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർ ആണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ വരുന്നവർക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കാൻ കഴിയും. പക്ഷേ അവരൊന്നും വീണ്ടും ആ വാർഡിലോ ആ പ്രദേശത്തോ ആ പഞ്ചായത്തിലോ നിന്നാൽ ജയിക്കാനുള്ള ജനപിന്തുണ ഇല്ലാത്തവരാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ താല്പര്യത്തിനോ സാമ്പത്തിക താല്പര്യത്തിനോ വേണ്ടി ഇത്തരം കളമാറി ചവിട്ടുന്നവരെ പൊതുസമൂഹം അംഗീകരിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. മുമ്പ് മുതലുള്ള ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ പലരും അതിൽ വന്നിരുന്നു. പക്ഷെ അവരെല്ലാം അവോയ്ഡ് ചെയ്തു. പുതിയ ഒരു സ്ഥാനങ്ങളും ഒരു അറിയപ്പെടാത്ത ആളുകൾ എവിടെ നിന്നൊക്കെയോ വരുന്ന കുറച്ച് ക്രിമിനൽസിനെ മാത്രം ഇവർ ആ നേതൃത്വത്തിലേക്ക് അനൗൺസ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ വെച്ച് മനസ്സിലായി ഇത് നല്ല രീതിയിൽ പോകില്ല, ഇതൊരു എന്താ പറയുക, ഒരു പ്രൈവറ്റ് കമ്പനി, ഒരു ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം, അല്ലാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് മുന്നോട്ട് എത്രമാത്രം മുന്നോട്ട് പോകും, ഈ ഒരു വ്യക്തിയെ വെച്ചിട്ട് ഈ തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിലെങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുദ്ര കുത്താൻ പറ്റും എന്നുള്ളത് അന്ന് ചിന്തിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് തിരിച്ചു പോന്നതാണ്. ഇനി ഈ അൻവറിൻ്റെ പിന്നാലെ നമുക്ക് പോകാൻ സാധിക്കില്ല. അൻവറിന് ഇങ്ങനെ ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല. അത് ആ ഒരു രാഷ്ട്രീയം അല്ല പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്. അദ്ദേഹം എന്താ ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇനി കോൺഗ്രസിനോട് ചാഞ്ഞു നിന്നിട്ട് ഒരു സീറ്റ് അദ്ദേഹത്തിന് മാത്രമായിട്ട് കിട്ടും എന്നുള്ള ഒരു നിലപാടാണ് നമുക്കൊക്കെ നോക്കി കാണാൻ പറ്റുന്നത്. അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ആണ് ഇപ്പോൾ ഈ കോർഡിനേറ്റർ സ്ഥാനം ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനകത്തുനിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് വന്ന കുറച്ച് ആളുകൾ ഇതിനകത്തുണ്ട്. പിന്നെ അവിടെ പങ്കെടുത്ത ആളുകൾ ഫാമിലി ഉൾപ്പെടെ, അതായത് കയ്യിൽ എടുത്തുകൊണ്ട് വന്ന കുട്ടികൾ ഉൾപ്പെടെയാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്, ആളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ആ മഞ്ചേരിയിലുള്ളതും അദ്ദേഹത്തിൻ്റെ ആ ഏരിയയിലുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ പങ്കെടുത്തിരിക്കുന്നത്. പുറത്തുനിന്നുള്ള വളരെ കൈവിരലിൽ എണ്ണാവുന്ന മാത്രം ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത്.
അതുകൊണ്ട് നമ്മളതിൽ നിന്ന് ഇപ്പം മെമ്പർഷിപ്പ് ചേരുന്നു പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാനതിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അതൊരു നേതൃത്വമല്ല, അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു കമ്പനി.